സ്വർണ്ണവില വീണ്ടും കുതിക്കുമ്പോഴും രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരാത്തത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇടിയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഔൺസ് ഡോളറിന്റെ കണക്കിപ്പോൾ 2315-ലും ഇന്ത്യൻ മാർക്കറ്റ് MCX 71,172-ലുമാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ഒരു സമയം 71,400 കടന്ന് മുന്നേറുന്ന കാഴ്ച കണ്ടിരുന്നു. അതേസമയം ഉച്ചയോടുകൂടി നേരിയ ഇടിവിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ മാർക്കറ്റുകളിൽ കാണുന്നത്. സ്വർണ്ണവില ഇന്നലെ ഒരു പവന് 160 രൂപ കൂടി 52,840-ലായിരുന്നു വ്യാപാരം നടന്നത്. അതേസമയം സ്വർണ്ണവില ഇന്ന് വീണ്ടും കുതിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് 7/5/2024 ഗ്രാമിന് 6,635, 8 ഗ്രാം ഒരു പവന് 53,080. സ്വർണ്ണവില വീണ്ടും 53,000 കടന്നു. ഇന്ന് മാത്രം ഒരു പവന് 240 രൂപയുടെ വർധനവാണ് സംഭവിച്ചത്. അതേസമയം 24K തങ്കം വില ഇന്ന് രാവിലെയോടുകൂടി 7,000-ലേക്ക് ഉയർന്നെങ്കിലും ഉച്ചയോടുകൂടി 6,995, തൃശ്ശൂരിൽ 7,020 എന്ന നിലയിലാണ്. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഒരു പവന് ഏകദേശം 2,000 രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം. വെള്ളി വില ഇന്ന് ഗ്രാമിന് 88-ലും 10 ഗ്രാമിന് 880-ലുമാണ് തുടരുന്നത്. പണപ്പെരുപ്പവും ഉയർന്ന ഡിമാൻഡുമാണ് സ്വർണ്ണവില വീണ്ടും കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇസ്രായേലിന് ഇറാൻ യുദ്ധം തുടങ്ങുമെന്നുള്ള പ്രഖ്യാപനം വന്നതോടുകൂടി സ്വർണ്ണവില ഒരു പവന് 54,000-വും കടന്ന് മുന്നേറിയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് യുദ്ധ സാഹചര്യം നിയന്ത്രിക്കുമെന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടി സ്വർണ്ണവില വീണ്ടും കുറയുകയായിരുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ നേരിടുമെങ്കിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.